ഇനി നമുക്ക് ഉഷാ ജനോമിയിൽ എങ്ങനെയാണ് എംബ്രോയ്ഡറി സ്റ്റിച്ചൊക്കെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് സെലക്ടറിൻ്റെ ലെങ്ത്താണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു 1 ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് സീൻ്റെ ഏറ്റവും വലുതിൽ വേണ്ട, അതിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചേക്കണത്. അതിനുശേഷം നമുക്ക് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ടെൻഷൻ 1 ചെയ്ത് കൊടുത്തേക്കണത്. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ നമ്മൾ പ്രസ് പൂട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആ പ്രസ് പൂട്ടിരിക്കുന്ന ഹോൾഡറും കൂടി ഊരി മാറ്റണം കേട്ടോ. നമുക്കതിൻ്റെ കൂടെ തന്നെ തയ്ക്കാനുള്ള സാധനങ്ങളും കൂടി കിട്ടുന്നുണ്ടാവേ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ അങ്ങനെ അഴിച്ച് മാറ്റുകയാണ്. അത് അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. സ്ക്രൂ കുറച്ച് ലൂസായിട്ടായിരിക്കുമല്ലോ നിൽക്കുക. അപ്പോൾ നമ്മളിത് ആ സ്ക്രൂ ഒരുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ പല്ല് താത്തി കൊടുക്കണം കേട്ടോ. അതാ ഈ സാധനം ഇതുപോലെ താത്തി വെച്ചിട്ട് ഇതിന് മുമ്പിലുള്ള നേരത്തെ വേറൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ആദ്യമേ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ കാണുന്ന സാധനം ഒന്ന് താത്തുമ്പോഴത്തേക്കും നമ്മുടെ പല്ല് താഴും. മുകളിലേക്ക് തട്ടുമ്പോൾ പൊങ്ങുകയും ചെയ്യും. നമ്മൾ താഴേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് താഴേക്ക് ഒന്ന് വലിക്കുക. അപ്പോൾ തന്നെ താഴോട്ട് പല്ല് നമ്മൾ താന്ന് കിട്ടും. അതുപോലെ പൊക്കവും തത്തുമാണ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് പല്ല് താത്തിയിട്ട് വേണം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ പല്ലും താത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ നമ്മൾ സൂചി കോർക്കുന്ന പോലെ തന്നെ കോർക്കുക. എന്ത് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ തിന്നായിട്ടുള്ള എംബ്രോയ്ഡറി ത്രെഡ് ഇതിൽ അത്ര സ്യൂട്ടായിട്ട് പോകത്തില്ല കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല, പൊട്ടി പോകും കേട്ടോ. ഇപ്പോൾ ടെൻഷൻ എത്ര കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കിത് പൊട്ടി പോവും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് വെച്ചിട്ടാണ്. ഞാൻ മറ്റേ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനൊക്കെ ഭയങ്കര തിന്നായിട്ടുള്ള സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് പൊട്ടി പോകുന്നതായിട്ട് കാണും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് കട്ടി കൂടിയ സിൽക്കിൻ്റെ ത്രെഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ നന്നായിട്ട് കിട്ടുമേ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നോർമലായിട്ടുള്ള ത്രെഡിൽ തന്നെയാണ്. അതാകുമ്പോൾ അപ്പോൾ ഇതാ സൂചിയിൽ നൂലൊക്കെ കുറച്ച് നമ്മൾ അടിനൂല് മുകളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു. അതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ റിങ്ങിൽ ഏത് തുണിയിലാണോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് വേണ്ട പാറ്റേൺ വരച്ചിട്ടെടുക്കാം കേട്ടോ. നമുക്കിതിൽ എനിക്ക് തോന്നുന്നു 8 ഇഞ്ചിലും മേളിലുള്ള റിങ്ങൊന്നും ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ചെറിയ റിങ്ങാണെങ്കിൽ കുഴപ്പമില്ല. 8 ഇഞ്ചിലും മേളിലുള്ള റിങ്ങുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇതുപോലെ ചുമ്മാ ഒരു റഫായിട്ടൊരു ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചേക്കണതാണ് ഇങ്ങനെ. അപ്പോൾ നമുക്കാദ്യം ഇതുപോലെ ഒന്ന് ചുമ്മാ നമ്മുടെ പ്രസ് പൂട്ട് താത്തി കൊടുക്കണം കേട്ടോ. നിർബന്ധമായിട്ട് പ്രസ് പൂട്ട് താന്ന് തന്നെ ഇരുന്നാൽ മാത്രമാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളറിയാതെ എല്ലാം പൊക്കി വയ്ക്കുന്നതിൻ്റെ കൂടുതൽ പ്രസ് പൂട്ട് പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ താത്തിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ കെട്ടുപിടിക്കുകയും. എന്നിട്ട് നമുക്കിതുപോലെ തുന്നി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ മാത്രമല്ല നമുക്ക് ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ച് വെച്ചിട്ടും ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുക. ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും ഇത് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തിന്നായിട്ടുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ പതുക്കെ നമ്മുടെ റിങ് അനക്കി കൊടുക്കാൻ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അത് കണക്ക് തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ റിങ് ഒരു സ്ഥലത്ത് സ്റ്റിച്ച് വീണില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാനൊക്കെ പറ്റുമേ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്റ്റിച്ച് സെലക്ടർ സീൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ സ്റ്റിച്ചല്ല വരുന്നത്, സിക്സാഗിൽ ഏറ്റവും വലിയ സ്റ്റിച്ചല്ല കേട്ടോ വരുന്നത്. കുറച്ച് ചെറുതായിട്ടുള്ള സ്റ്റിച്ചാണ് ഞാൻ ചെയ്തെടുക്കണത്. ഇത് കണക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ച് ഇട്ടാലും ചെയ്യാൻ പറ്റണത്. ഇത് കണക്ക് നമ്മൾ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. തുടക്കത്തിൽ നമുക്ക് ഈ റിങ് ഒന്ന് ഇതുപോലെ അനക്കി കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ പോകെ ശരിയാവും കേട്ടോ. ഇത് തുടക്കം തന്നെ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ സ്റ്റിച്ചുകൾ ചെയ്ത് പഠിക്കുക. അതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ ഇങ്ങനെയുള്ള സ്റ്റിച്ചുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ കട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതേ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ഞാൻ ഇടുന്നില്ല. ഞാനൊന്ന് ചെയ്ത് പെർഫെക്റ്റായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇടാവേ. അപ്പോൾ ഞാൻ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സിമ്പിളാണ്, നമുക്ക് കൈ അനക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എളുപ്പം നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ കൈയുടെ ഒരു നമ്മുടെ കൈ ആദ്യം ഈ റിങ് ഒന്ന് അനക്കി കൊടുക്കാൻ ശീലിക്കുന്നത് വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അതുപോലെ ആദ്യം തന്നെ ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യാതിരുന്നാൽ മതി, പതുക്കെ ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. എൻ്റെ ഫ്ലവർ ഞാൻ ചുമ്മാ കൈ കൊണ്ട് വരച്ചാണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് കാണാൻ പറ്റിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തുടക്കക്കാരെപ്പോഴും നമ്മുടെ സാധാരണ ത്രെഡിൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫ്ലവർ വരിക. അപ്പോൾ ഞാൻ ചുമ്മാ ഇത് കട്ട് വർക്ക് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കണതാണ് കേട്ടോ. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.